ഹായ്, വെൽക്കം ബാക്ക് ടു ഐഷാസ് ഫ്ലവേഴ്സ് ചാനൽ. ഞാൻ ഐഷ ഷാംസ്. എന്താ എല്ലാവർക്കും സുഖമല്ല? എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ഇഷ്ടപ്പെടുകയും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ആ ബെല്ലൈക്കണത് മെല്ലെ പെട്ടെന്ന് അമർത്തി കൊടുക്കണേ. അപ്പം ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ എല്ലാവർക്കും എന്താ സുഖമാണോ? നിങ്ങൾക്കൊക്കെ സുഖമായിട്ടിരിക്കുന്ന നിങ്ങൾ? മഴയൊക്കെ അല്ലേ അല്ലേ? ഇവിടെ അകത്ത് വലിയ മഴയൊന്നുമില്ല കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ നല്ല മഴയുണ്ട്, ചില സ്ഥലങ്ങളിൽ നല്ല മഴയില്ല, പക്ഷെ നല്ല ചൂടുണ്ട്. നല്ല ഉച്ചയ്ക്കാകുമ്പോൾ നല്ല വെയിൽ, നല്ല ചൂടുണ്ട് കേട്ടോ. പിന്നെ ഞാനിന്നിങ്ങനെ വിചാരിച്ചു, ബീഫിൻ്റെ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ ഇന്നലെ വാങ്ങിച്ച കപ്പ ഉണ്ടായിരുന്നു, ബീഫും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലെ വെച്ചിട്ടില്ലായിരുന്നു, അപ്പോൾ ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ ഇന്ന് നമുക്കൊന്നൊരു പാൽക്കപ്പയും ബീഫും ഒന്നുണ്ടാക്കി നോക്കിയാലോ എന്നിങ്ങനെ വിചാരിക്കുകയാണ് ഞാൻ. അപ്പോൾ നിങ്ങളും കൂടി എൻ്റെ കൂടെ അടുക്കളയിലേക്ക് വരൂ. ഇങ്ങനെ നമ്മൾക്ക് നല്ലൊരു പാൽക്കപ്പയൊക്കെ ഉണ്ടാക്കാം. ആരും സ്കിപ്പ് ചെയ്യരുത് ചാനൽ കേട്ടോ, ലാസ്റ്റ് വരെ കാണണേ. അപ്പോഴാണ് ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെക്കാട്ട് നന്നായിട്ട് വെക്കാനറിയാം. പക്ഷേ ചിലപ്പോൾ എന്തെങ്കിലും ടിപ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ഇതിനകത്തുണ്ടാവും, എനിക്ക് നിങ്ങളിലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ചാനൽ കാണണം കേട്ടോ. പിന്നെ പാൽക്കപ്പ റെഡിയാക്കി വെച്ചതാണ്. പാൽക്കപ്പയും ബീഫും 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ കഴിക്കാൻ അവിടെ ആരുമില്ല, ഞാനും മോനും, ചെറിയ മോനും മോളും മാത്രമേ ഉള്ളൂ. പിന്നെ കുക്കർ കഴുകി കപ്പ കഴുകി വൃത്തിയാക്കി അതിനകത്തേക്ക് ഇട്ട് ഒരു സ്പൂൺ അതിനകത്ത് നിന്ന് വെള്ളം പുറത്ത് പോവാതിരിക്കാൻ വേണ്ടി. കപ്പയ്ക്ക് പല നാട്ടിൽ പല പേരാണല്ലേ. മലപ്പുറം കോഴിക്കോട് ഭാഗത്തൊക്കെ പൂള എന്നാണ് പറയുന്നത് കപ്പയ്ക്ക്. ചിലവർ തൃശ്ശൂർ ചാവക്കാടൊക്കെ കൊള്ളിക്കിഴങ്ങ് എന്ന് പറയും, ചിലവർ കപ്പ എന്ന് പറയും. അങ്ങനെ പല പേരുകളുണ്ട്, പല നാട്ടിലും പല പേരുകൾ അല്ലേ. പല നാട്ടിലും പല ആചാരങ്ങൾ എന്ന് പറയുന്ന പോലെ തന്നെ. എന്നിട്ട് ഞാൻ പിന്നെ മറ്റേ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ എന്ത് ചെയ്ത് കപ്പ വേവിക്കാൻ വെച്ചു കേട്ടോ. അത് വേവട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ബീഫ് ഉണ്ടാക്കാൻ വിചാരിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ച് ഗ്രാമ്പും പട്ടയിലൊക്കെ ആയിട്ട് 1 കിലോ ബീഫാണ്. അതിനകത്തേക്ക് 2 സവോള നൈസാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഇട്ടിട്ടോ. ഈ കപ്പ ബീഫോ കഴിക്കണമെങ്കിൽ വീട് നിറച്ചു ആൾക്കാർ വേണം, അല്ലെങ്കിൽ ഒരു രസവും ഉണ്ടാവില്ല അത് കഴിക്കാം. നമ്മൾ പണ്ടൊക്കെ എന്ത് രസമായിരുന്നു, നമ്മുടെയൊക്കെ വീട്ടിലുള്ള ആൾക്കാരുണ്ടായിരുന്നു അല്ലേ. അന്നൊന്നും വെച്ചാൽ തികയില്ലായിരുന്നു. ഇപ്പം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒന്ന് കിഴക്കോട്ട് പോയി, പടിഞ്ഞാറോട്ട് പോയി, തെക്കോട്ട് പോയിട്ടാണ് ഇരിക്കുക അതൊക്കെ അല്ലേ. ഇന്നത്തെ കാലത്ത് ആർക്കും വേണ്ട. പണ്ട് നമ്മൾ കപ്പ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചമ്മന്തി പൊടിച്ചതേ ഉണ്ടാവുകയുള്ളൂ. ബീഫൊന്നല്ല, ചമ്മന്തി പൊടിച്ചതും ഒരു കപ്പയുണ്ടെങ്കിൽ നമുക്കത് സ്കൂൾ വിട്ട് വരുമ്പോൾ നമ്മളത് സന്തോഷത്തോടു കൂടി കഴിച്ച് പാത്രം കാലിയായിട്ടുണ്ടാവില്ല. ഒരു കട്ടൻ ചായയും കുടിച്ച് കഴിഞ്ഞാൽ സ്കൂൾ വിട്ട് വരുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കില്ല. ചിലപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും കപ്പ ഉണ്ടാവുക. കപ്പയും മുളകിട്ടതും കട്ടൻ ചായയും. മദ്രസയിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കുടിച്ചിട്ട് പോകില്ല. പിന്നെ നമുക്ക് ഉച്ചയ്ക്കല്ലേ നമ്മൾ ഫുഡിന് വരുള്ളൂ. അങ്ങനെയൊക്കെ അന്നൊക്കെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കപ്പ കഴിക്കുമ്പോൾ ദേഷ്യം വരും, പത്തിരിയോ ഒന്നും ഇല്ലെങ്കിൽ അല്ലേ. പക്ഷേ ചിലപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവുക. ഓരോ ദിവസം ഓരോന്ന് പോലെ ഇന്നത്തെ പോലെ ഒന്നല്ല. ഇന്നത്തെ പോലെ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളൊന്നുമില്ല. ഒരു ചോറുണ്ടാക്കും, ഒരു കൂട്ടാനുണ്ടാക്കും, ഇതേ ഉള്ളോ ചോദിച്ചാൽ ആദ്യമേ ഉള്ളൂ. വേണമെങ്കിൽ തിന്നാൽ വേണ്ടെങ്കിൽ അവിടെ വെച്ച് പോയിക്കുമോ എന്നറിയും വീട്ടിലുള്ളവരല്ലേ. ഇന്നങ്ങനെയല്ല. ഇന്നിപ്പോൾ ഓരോ മക്കൾക്ക് അത് വേണ്ട പറയുമ്പോൾ നമ്മൾ അതുണ്ടാക്കി വേറെ അവനിഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കും. അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു പുട്ടും, ചിലപ്പോൾ പുട്ടിലേക്ക് പഞ്ചസാര ഇട്ട് തരും. ആ പഞ്ചസാരയും പുട്ടും കട്ടൻ ചായയും കുടിച്ചു പോകണം അല്ലേ. ചില സമയം പത്തിരിക്ക് പഞ്ചസാര ഇട്ട് തരും. ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെയാണല്ല. അവർക്ക് ഓരോ നേരത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ചുള്ളത് കൊടുക്കണം. അപ്പോൾ ഞാൻ ബീഫ് ഉള്ളി വഴറ്റി, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ വഴറ്റിയതിന് ശേഷം 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഇനി 1.5 ടേബിൾ സ്പൂണുള്ള കാശ്മീരി ചില്ലി ആയിരുന്നു. കുട്ടികൾക്ക് വലിയ എരിവ് താല്പര്യമില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ കാശ്മീരി ചില്ലി ഇടുന്ന കേട്ടോ. ഒരു നുള്ളു ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ബീഫ് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ബീഫിൽ ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല, വെള്ളം ഒഴിക്കാണ്ടാണ് വെക്കുന്നത്. വെച്ചാൽ ഞാൻ ബീഫിനകത്ത് തന്നെ വെള്ളമുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് അങ്ങനെയാണ്. ഇപ്പോൾ വലിയ ഒരു ചില സമയത്ത് വെറും താളിപ്പം ഇരിക്കുക ഉണ്ടാവുക.
അപ്പം അന്നത്തെ കാലത്ത് വേണ്ടാന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അത് തിന്ന് നമ്മൾ പോകണം. ഇല്ലെങ്കിൽ വീട്ടിലൊരു പറയും നിങ്ങൾ പൊയ്ക്കോ, നിങ്ങൾക്ക് വിശക്കുമ്പോൾ വന്ന് കഴിച്ചോ എന്ന് പറയും. ചിലപ്പോൾ വിശക്കുമ്പോൾ നമുക്കത് കിട്ടണമെന്നില്ല ചെല്ലുമ്പോൾ അന്നത്തെ കാലം. അതാരെങ്കിലും അടിച്ചു മാറ്റി പോയിട്ടും ഉണ്ടാകും. അപ്പം അന്നത്തെ കുട്ടികൾക്ക് ഇന്നത്തെ പോലത്തെ വാശിയോ അങ്ങനത്തെ ഒന്നും ഉണ്ടാകില്ല. എന്താണോ അടുക്കളയിൽ വെക്കുന്നത് അത് ഉണ്ടാക്കി കഴിക്കുക, പോവുക. ഇന്നത്തെ മക്കൾക്ക് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ എനിക്കിത് വേണ്ട, എനിക്കത് പറ്റില്ല, എനിക്ക് ഇതേ പറ്റുള്ളൂ, എനിക്ക് എണ്ണ ഒഴിക്കാൻ പാടില്ല, എനിക്കത് പാടില്ല, ഇത് പാടില്ല. അപ്പം നമ്മൾ അമ്മമാർ വേറെ ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ ഞാനിവിടെ ഉണ്ടാക്കിയില്ല കേട്ടോ. ഞാൻ ഒന്നേ ഉണ്ടാക്കുന്ന കഴിച്ചോളാൻ പറയും. ഇല്ലെങ്കിൽ പോയി പണി നോക്കാൻ പറയും. ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെ ഇരുന്നവരോട്, ഇല്ലെങ്കിൽ പോയി പണി നോക്കിക്കോളി, ഇതേ തരുള്ളൂ എന്നറിയും ഞാൻ. അപ്പോൾ പിറ്റേ ദിവസം അതിലും കുറച്ചിട്ട് ഞാൻ ഉണ്ടാക്കും. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇന്നലത്തെ പ്രതികാരമാണ് എന്നുള്ളത്. അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല സുഖമാണ്. ഇപ്പോഴും അവർക്ക് ഞാൻ എന്താണോ വീട്ടിലുണ്ടാക്കുന്നത് അവർ കഴിച്ചോളും. നമ്മളൊരിക്കലും നമുക്ക് ഒരു കുട്ടിയാണെങ്കിൽ 2 കുട്ടിയാണെങ്കിൽ വല്ലാണ്ട് കൊഞ്ചി വളർത്തരുത്. അവർ നമ്മുടെ മനസ്സിലാണ് നമ്മുടെ സ്നേഹമൊക്കെ ഇരിക്കുന്നത്. അവരെ നന്നാക്കി വളർത്തുക, ദുആ ചെയ്ത് വളർത്തിക്കുക. പക്ഷെ അവർ പറയുന്നതിനനുസരിച്ച് നമ്മൾ തുള്ളാൻ നിന്നാൽ അവസാനം നമ്മൾ തുള്ളേണ്ടി വരും അവരുടെ കൂടെ. അപ്പം അതിനുള്ള ഗതിയും നമ്മൾ വരുത്തരുത്. എന്നിട്ട് ബീഫ് കറി നാടൻ കറിയല്ല ആയതിന് ശേഷം ഞാൻ ഉള്ളി തൂമിച്ചിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു, കരിവേപ്പിലിട്ട് എന്തോ മണം അറിയാം, ബീഫിൻ്റെ മണം വരുന്ന, താളിക്കുന്നതിൻ്റെ മണം കൂടിയും വരുന്നുണ്ട്. കപ്പ ഞാൻ പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്ര മതി എനിക്ക് കറി. ഇതെല്ലാം 2 ദിവസത്തിലേക്ക് ഉണ്ടാക്കും. ഈ കുട്ടികൾ ബാക്കി വരുന്നത് വലിയൊരു പ്രശ്നമാണ്. ഉമ്മമാർക്ക് അവരിരുന്നിട്ട് അത് ബാക്കി ഇരുന്ന് കഴിക്കണം, കളയാനായിട്ട് നമ്മുടെ മനസ്സ് അനുവദിക്കില്ല. നമ്മളപ്പോഴും ഇപ്പോഴും ഇരുന്ന് തിന്നണം നമ്മൾ. അപ്പം നമ്മൾ ഡബിളായിട്ട് കഴിക്കുക ചെയ്യുക. ഇവർ ഇത്ര വേണ്ടാന്ന് അവർ പറയും. നമ്മളെത്ര കുറച്ചുണ്ടാക്കിയാലും എന്തെങ്കിലും ഒരു ബാക്കി ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മൾ പോയി കയറ്റണം. പെട്രോൾ അടിക്കണ പോലെ നമ്മളാണെങ്കിൽ കൊണ്ടേ കളയോ, അതും ഇല്ല. പടച്ചോനെ പേടിച്ചിട്ട് നമ്മളത് കളയൂല്ല. ഇതാണ് ഇന്നത്തെ മിക്ക വീട്ടിലെ സ്ഥിതികൾ. എല്ലാ വീട്ടിൽ പോയാലും ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അങ്ങനെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ബീഫ് കറി റെഡിയായി. ഇനി ആ കപ്പ നമുക്ക് പുഴുങ്ങിയിട്ട് ഉടച്ച് വെച്ചിരിക്കണം. ഞാൻ ബീഫ് കറി ആകുമ്പോഴത്തേ കപ്പ പുഴുങ്ങി വെച്ചിരുന്നു. മോൻ 1 മണിയാകുമ്പോൾ വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എത്ര സമയം 2 മണിയായി എന്നിട്ടും എത്തിയിട്ടില്ല, ഓഫീസിൽ നിന്ന് കഴിക്കാൻ എത്തിയിട്ടില്ല. എന്നിട്ട് ഞാൻ കപ്പ വേവിച്ചതിന് ശേഷം ആ വെള്ളമൊക്കെ കളഞ്ഞ് ഉടച്ചെടുത്തതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടോ. ഈ തേങ്ങാപ്പാൽ ഒഴിച്ച ബീഫ് കറി ഉണ്ടല്ലോ, ഒരു അടാറ് തന്നെയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ആ തേങ്ങാപ്പാലിൻ്റെ ഒക്കെ ഒരു മണമൊക്കെ വന്നിട്ട് നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് തൂമിച്ചൊക്കെ ഒഴിക്കും കൂടി ചെയ്യില്ലേ. അപ്പോൾ പറയേണ്ട, എനിക്ക് ബീഫ് കറി ഒഴിച്ച് കഴിക്കാം. പക്ഷേ എനിക്ക് ബീഫ് കറിനോട് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്കിഷ്ടം കട്ടൻ ചായ ഇതും ഇങ്ങനെ എടുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. ചിലപ്പോൾ ഞാൻ അതിനകത്ത് ഇച്ചിരി പഞ്ചസാരയൊക്കെ ഇടും പാൽക്കപ്പയിൽ കേട്ടോ. എനിക്ക് അങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു ഇഷ്ടമാണ്. ഷുഗറൊന്നുമില്ല, എന്നാലും പേടിക്കണം. ചിലപ്പോഴേ ചായ കുടിക്കുള്ളൂ, ചിലപ്പോൾ ചായ കുടിക്കും. ആഴ്ചയിൽ 2 ദിവസമൊക്കെ ചായ കുടിക്കാറുള്ളൂ, ബാക്കിയുള്ള ദിവസം ചായ കുടിക്കാറില്ല. വെറുതെ കട്ടൻ ചായ കുടിച്ചിട്ട് പോരും ഞാൻ. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര കപ്പ ഇട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ അകത്ത് ഇങ്ങനെ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കാൻ എൻ്റെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കഴിക്കും. എന്നിട്ട് നമ്മൾ കപ്പ താളിക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കുക നന്നായിട്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇഞ്ചിയും കരിവേപ്പിലയും പച്ചമുളകും കുനുകുനാക്കിയിട്ട് അരിയണം കേട്ടോ. എന്നിട്ട് അരിഞ്ഞതിന് ശേഷം ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ താളിച്ചിട്ട് ഒഴിക്കുക കേട്ടോ. താളിച്ചൊഴിഞ്ഞാൽ പാൽക്കപ്പ റെഡി. പക്ഷേ ഇനി ബട്ടർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരു കഷ്ണം ബട്ടറും കൂടി അതിനകത്ത് ഇടുകയാണെങ്കിൽ പിന്നെ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇനി വേണമെന്നുള്ളവർക്ക് നെയ്യിൽ വേണമെങ്കിൽ തൂമിച്ചൊഴിക്കേണ്ടവർക്ക് നെയ്യിലും തൂമിച്ചൊഴിക്കുക കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയിലാണ് തൂമിച്ചൊഴിച്ചത്. ബട്ടർ വീട്ടിലുണ്ട്, ഞാൻ ഇട്ടിട്ടില്ല ബട്ടർ കപ്പയിലിട്ടിട്ട് ഇതാക്കണ്ടെന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കപ്പ. ബട്ടർ ഇട്ട ഷെഫ് പിള്ള ബട്ടർ കൊണ്ടാണ് കപ്പ ഉണ്ടാക്കുന്നത്. ബട്ടറിലാണ് ഷെഫ് പിള്ള കപ്പ താളിച്ചൊഴിക്കുക ചെയ്യുന്നത്. പിന്നെ അയാൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും തോന്നുന്നുണ്ട്, അങ്ങനെ എന്തോ ആണ്. ഞാൻ കണ്ടത് ചാനലിനകത്ത് കണ്ടിരുന്നു അയാൾ ചെയ്യുന്നത്. പക്ഷെ അയാളുടെ ഹോട്ടലിലൊക്കെ പോയാൽ നല്ല ടേസ്റ്റാണ് അയാളുടെ പാൽക്കപ്പ കഴിക്കാൻ. അപ്പോൾ അയാൾ ചിലപ്പോൾ പറഞ്ഞു ബട്ടർ മാത്രമല്ല അതിൻ്റെ കൂടെ വെളിച്ചെണ്ണയെ കുറച്ച് ഒഴിക്കും, എന്നിട്ട് ഒഴിച്ചിട്ട് തൂമിച്ചിട്ട് അതിനകത്തേക്ക് ഒഴിക്കും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കും ഒന്ന് ഉണ്ടാക്കി നോക്കാം. ബട്ടർ ഞാൻ ചേർത്തില്ല, ഇനിയിപ്പോൾ ബട്ടർ വേണ്ടാന്ന് വിചാരിച്ചു.
എന്നിട്ട് ഇതുപോലൊരു പാൽക്കപ്പ ഉണ്ടാക്കി നമുക്ക് എല്ലാവർക്കും ഇരുന്ന് കഴിക്കാം. എല്ലാവരും ഒന്നുമില്ല, രണ്ട് മൂന്ന് പേരുണ്ട്. നമ്മുടെ പണ്ടത്തെ കാലത്താണെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടാവില്ല, എന്ത് രസമായിരുന്നു. വല്യപ്പ, വല്യമ്മ, അമ്മായികൾ, എളാപ്പ, എളാമ്മ, കുട്ടികൾ, മൂത്താപ്പ, അമ്മായികൾ, അങ്ങനെയൊക്കെ കുറേ ആളുടെ വീടായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് തന്ന് തികയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിയായിരിക്കും അല്ലേ. എന്നിട്ട് വീട്ടിലപ്പം ആരെങ്കിലും കുട്ടികളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്കുള്ളത് ചെമ്പട്ടീൻ്റെ അടിയിൽ നമ്മളിങ്ങനെ എടുത്തൊക്കെ വെക്കും. വല്യമ്മമാർ തന്നെ ആളുടെ ഓരിയാണെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അന്ന് വല്യമ്മമാർ വിളമ്പിയൊക്കെ തന്ന്. അതെന്ത് രസം, അവർ വിളമ്പുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ വിളമ്പി തന്ന് നമ്മളെല്ലാവരും ഇരുന്ന് കഴിക്കും. ഓ, അതിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ ഒരു മാധുര്യവും ഇനി ഒന്നും നമുക്ക് അങ്ങനത്തെ ഒരു കാലം തിരിച്ച് വരില്ല. ഓക്കെ, ബൈ.